ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന്. കാരണം ഹെത്വി ഉറങ്ങാണ്, അർജുവേട്ടൻ ഉറങ്ങാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അർജുവേട്ടന് ലീവാണ് കേട്ടോ. ലീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനിൽ ഈ സമ്മർ ഹോളിഡേ പോലെ ഒരാഴ്ച ഓഫീസേഴ്സിനൊക്കെ ഒരു ലീവ് കൊടുക്കും. അതുപോലെയുള്ള ഒരു ലീവാണെന്നാണ് പറഞ്ഞത്. അതിനെന്തോ എനിക്കൊരു വേർഡ് പറഞ്ഞു തന്നിരുന്നു, പക്ഷെ അത് ഞാൻ മറന്നുപോയി. ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് തലേദിവസം കഴുകി വെച്ച പാത്രങ്ങളെല്ലാം എടുത്ത് അതിൻ്റേതായ സ്ഥലത്ത് വെക്കുന്നതാണ്. പക്ഷെ അത് ഇന്ന് രാവിലെ ഞാൻ ചെയ്തില്ല. കാരണം ഹെത്വി എഴുന്നേറ്റ് വന്ന ആദ്യം ബ്രേക്ക്ഫാസ്റ്റിന് ചോദിക്കും. അതുകൊണ്ട് ഫസ്റ്റിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹെത്വിയുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് നമ്മളും കഴിക്കുന്നത്. ഈ ബനാന ബ്ലൂബെറി പാൻ കേക്കാണ്. അപ്പോൾ ഈ പാൻ കേക്കിലിടുന്ന പൗഡർ നമ്മളിവിടെ ബേബി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ബേബി ഷോപ്പിൽ നിന്ന് ഈ ഗ്ലൂട്ടൻ ഫ്രീ പാൻ കേക്ക് പൗഡർ എന്ന് പറഞ്ഞിട്ട് അവിടെ അവൈലബിൾ ആണ്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എനിക്ക് പാൻ കേക്കിൻ്റെ റെസിപ്പി ഇൻസ്റ്റഗ്രാമിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ എവിടെ നിന്നോ കിട്ടിയതാണ് കേട്ടോ. ഈ ബനാന ബ്ലൂബെറി നല്ല ടേസ്റ്റാണ്. മാത്രമല്ല നമുക്ക് കഴിക്കുമ്പോഴും രാവിലെ തന്നെ ഒരു സ്വീറ്റൊക്കെ ആയിട്ട് നല്ലൊരു ഫീൽ കിട്ടും. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഡേയ്സും ഈ വർക്കില്ലാത്ത ദിവസങ്ങളിൽ ഇതൊക്കെ ഉണ്ടാക്കും. അല്ലാത്ത ദിവസം ഹെത്വിക്ക് മാത്രം ഇത് ഉണ്ടാക്കി കൊടുക്കും. ആദ്യം നമ്മൾ ബനാനയും ബ്ലൂബെറിയും നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യണം. അതിനുശേഷം 2 മുട്ട, കുറച്ച് പാല്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പിന്നെ ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഈ പാൻ കേക്ക് പൗഡറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഈ വീറ്റ് പൗഡറോ അല്ലെങ്കിൽ ആട്ടപ്പൊടിനാണല്ലോ അല്ലേ വീറ്റ് പൗഡർ, അല്ലെങ്കിൽ മൈദ ആഡ് ചെയ്താൽ മതി. മൈദ എന്ന് പറയുമ്പോൾ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ കുറച്ച് അൺഹെൽത്തി അല്ലേ. അതുകൊണ്ട് ആട്ടപ്പൊടിയോ അല്ലെങ്കിൽ റാഗി പൗഡർ അല്ലെങ്കിൽ കായപ്പൊടി അങ്ങനെ ഏതെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പൗഡർ ആണെങ്കിൽ പിള്ളേർക്ക് കുറച്ചും കൂടെ ഓക്കെ ആയിരിക്കും. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ദോശപ്പാൻ എടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് ബട്ടറും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് കുട്ടി പാൻ കേക്ക്സ് ആയിട്ട് ചുട്ടെടുക്കാം. കുട്ടിയാകുമ്പോൾ കുറച്ച് ടേസ്റ്റി ആയിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചുമ്മാ പറഞ്ഞ കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് മാത്രം എനിക്ക് പറയാനുള്ളത്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണിയൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഈ ഫിലിപ്പീൻ ബനാന ആകുമ്പോൾ വലിയ മധുരം എക്സ്ട്രാ ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പഞ്ചസാരയൊക്കെ ഞങ്ങൾ അങ്ങനെ ആഡ് ചെയ്യാറില്ല. ജസ്റ്റ് ബനാനയുടെയും അതേപോലെ ബ്ലൂബെറിയുടെയും മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ബ്ലൂബെറിക്ക് പകരം വേണമെങ്കിൽ ആപ്പിൾ ഇടാം, ക്യാരറ്റ് ഇടാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഏതായാലും കുഴപ്പമില്ല, ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ തെമു അൺബോക്സിങ് ഒരു ഷോർട്സ് ഇട്ടായിരുന്നില്ലേ, അതിനകത്ത് ഒരു ട്രൈപ്പോഡും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ട്രൈപ്പോഡെല്ലാം ഞാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹെത്വി എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരെണ്ണം കൂടെ ആഡ് ചെയ്തു. ഇപ്പോൾ ടോട്ടൽ 3 ട്രൈപ്പോഡ് ഉണ്ട്. അപ്പോൾ പഴയത് 2 അവന് കൊടുത്തിട്ട് പുതിയത് എനിക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. നല്ല ട്രൈപ്പോഡാണ്, നല്ല ഹൈറ്റും ഉണ്ട്. അതേപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഈ 360 ആംഗിളിൽ ഇങ്ങനെ കറക്കാനൊക്കെ പറ്റുന്നതുകൊണ്ട് എല്ലാ ആംഗിളിലും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. ഈ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതുകൊണ്ട് നന്നായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഇതും അവൻ കൊണ്ടുപോകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നല്ലൊരു ട്രൈപ്പോഡാണ്. ആ ഷോർട്സിൽ എന്നോട് പറയാൻ മറന്നുപോയി. അങ്ങനെ പാൻ കേക്കൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഹെത്വിയുടെ ബോട്ടിൽസൊക്കെ ഒന്ന് കഴുകി വെച്ചു. പിന്നെ ആസ് യൂഷ്വൽ അവൻ്റെ ആ വെള്ളം കുടിക്കുന്ന ബോട്ടിൽ ഞാൻ കുറച്ച് വെള്ളം നിറച്ചിട്ട് അവൻ എത്തുന്ന ദൂരത്തിൽ ആ ടേബിളിൻ്റെ സൈഡിലവിടെ കൊണ്ടുവയ്ക്കും. ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ബെഡ്റൂമിൻ്റെ ഡോർ അടച്ചിട്ട് വന്നതുകൊണ്ട് ഹെത്വി എഴുന്നേറ്റിട്ട് പുറത്ത് വരാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അകത്തുനിന്ന് മമ്മ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവന് തുറക്കാൻ പറ്റാത്തത് കൊണ്ട് പുറത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് ആൾക്കറിയാം. അമ്മ എഴുന്നേറ്റ് പോയല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുറത്ത് നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഉള്ളിൽ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് മമ്മ എന്നുള്ളൊരു വിളി ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയാൻ വന്ന കാര്യം മറന്നുപോയി. നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് ഈവനിങ് ആണ് വരുന്നത്. നമ്മുടെ ഒരു കോമൺ ഫ്രണ്ടാണ്. പക്ഷെ പുള്ളിക്കാരി ആദ്യമായിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി വെജിറ്റേറിയൻ ആണ്. അപ്പോൾ വെജിറ്റേറിയൻസിന് ഞങ്ങളങ്ങനെ കൂടുതലായിട്ട് കുക്ക് ചെയ്തിട്ടില്ല. എപ്പോഴും ഈ നോൺ വെജിറ്റേറിയൻസിന് തന്നെ കുക്ക് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ചിക്കൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആക്കാമല്ലോ. മാത്രമല്ല ആൾ മലയാളിയും കൂടെയല്ല. അപ്പോൾ അവരുടെ നാട്ടിൽ എന്തൊക്കെ കഴിക്കും എന്നുള്ളതും അവരുടെ ടേസ്റ്റും ഒന്നും നമുക്കറിയില്ല. അപ്പം നമ്മളെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ 2 ഡിഷസാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വന്നപാടെ കൊടുക്കാനായിട്ട് ഒരു ഉഴുന്നുവടയും ചട്നിയും. ഒന്നല്ല, വേണ്ടത്രയും കഴിക്കാം. കുറച്ച് ഉഴുന്നുവടയും ചട്നിയും. പിന്നെ ഡിന്നറായിട്ട് ദോശയും ഗോബി മഞ്ചൂരിയും അതേപോലെ തന്നെ ചന മസാലയും.
അപ്പം നമ്മുടെ പുതിയ ട്രൈപോഡിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. പുള്ളി അവിടെ നിന്ന് ഓടി വരുന്ന സ്പീഡ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ആ ട്രൈപോഡ് കണ്ടിട്ടാണെന്ന്. അപ്പോൾ ഞാൻ എടുത്തു മാറ്റിയില്ല. അവന് പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല. പിന്നെ നമ്മളെ ബൗണ്ടറിയിൽ നിന്ന് പുറത്ത് എവിടെയെങ്കിലും പോയി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പിടിച്ചു വെക്കും. എൻ്റെ അടുത്ത് തന്നെ ആകുമ്പോൾ ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ വെക്കാറുള്ളത്. അപ്പോൾ എഴുന്നേറ്റ് വന്നപാടെ പുള്ളിയുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി. ബ്രഷ് ചെയ്യാനൊന്നുള്ള സമയം ഉണ്ടായിരുന്നില്ല, ക്ഷമ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. കാരണം രാത്രി പാല് കുടിച്ചുറങ്ങിയത് കൊണ്ട് രാവിലെ എഴുന്നേറ്റ് പിന്നെ കുറച്ച് സമയമായി എഴുന്നേറ്റിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രം ആ റൂമിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എഴുന്നേറ്റ് വന്ന് അങ്ങനെ തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറാണ് ഇപ്പോൾ ഉള്ള പതിവ്. പിന്നെ ഹെത്വിക്ക് എന്ത് ഫുഡ് കഴിക്കാൻ കൊടുത്താലും അത് തീരുന്നത് വരെ, അവൻ കഴിച്ച് കഴിയുന്നത് വരെ ഞാൻ എടുത്തിരിക്കും. അവൻ കഴിച്ച് കഴിഞ്ഞ് പ്ലേറ്റ് എടുത്ത് പോന്നാൽ മാത്രമേ ഞാൻ ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വരുള്ളൂ. കാരണം എനിക്ക് ഇച്ചിരി പേടിയാണ്, അവൻ കഴിക്കുന്നത് ഓക്കെ അല്ലേ, വെള്ളമൊക്കെ കുടിക്കണോ. കാരണം ചെറിയ മോനല്ലേ, അപ്പോൾ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ഇരുത്താനായിട്ട് എനിക്ക് തോന്നാറില്ല. അപ്പോൾ അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുകയാണെങ്കിൽ കൂടെ ഞാനും ഇരുന്ന് അവൻ്റെ കൂടെ അങ്ങോട്ട് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങി. കാരണം നമുക്ക് വൈകുന്നേരം ഗസ്റ്റ് വരുന്നത് കൊണ്ട് അതിനുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ആൻഡ് ക്ലീനിങ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഉണ്ടാക്കാനുള്ളത് മോര് കറിയും അതേപോലെ തന്നെ ചീരപ്പേരിയാണ്. അതാണ് നമ്മളെ ഇന്നത്തെ ലഞ്ച് മെനു. എൻ്റെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ വീട്ടിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഗസ്റ്റൊക്കെ വരുന്നതിൻ്റെ കുറച്ച് മുമ്പേ ആയിരിക്കും ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മ കിച്ചണിൽ തന്നെ ഉണ്ടാവുക. ഞാൻ കണ്ടെടുത്തോളം അമ്മ കിച്ചണിൽ തന്നെയായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് അർജുവേട്ടൻ്റെ വീട്ടിലെത്തിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, ഗസ്റ്റൊക്കെ വരുമ്പോൾ അവരോട് സംസാരിക്കാനും അവരുടെ അടുത്ത് കുറച്ച് സമയം ഇരിക്കാനായിട്ട് നമ്മൾ ഫുഡൊക്കെ മുമ്പേ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതേപോലെ നമ്മൾ കുളിച്ച് റെഡിയായി അവരാണോ ഗസ്റ്റ് അല്ലെങ്കിൽ നമ്മളാണോ ഗസ്റ്റ് എന്നുള്ള രീതിയിൽ നല്ല റെഡി ആയിട്ട് എവിടെയെങ്കിലും പോവാൻ ഇറങ്ങി നിന്നതുപോലെ ഇരിക്കണം എന്നുള്ളത്. കല്യാണം കഴിഞ്ഞിട്ട് അർജുവേട്ടൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ, എൻ്റെ ഏതെങ്കിലും റിലേറ്റീവ്സ് ഒക്കെ വരികയാണെങ്കിൽ അമ്മ എല്ലാം സെറ്റാക്കി, അതായത് ഏത് സമയത്താണോ ഗസ്റ്റ് വീട്ടിലെത്തുന്നത് അതിന് മുമ്പേ തന്നെ ഞങ്ങളെല്ലാം കുളിച്ച് റെഡിയായി കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഫുഡൊക്കെ പ്രിപ്പയർ ആയിട്ട് റെഡി ആയിട്ടിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഗസ്റ്റ് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങൾ റെഡി ആയിട്ട് വീട്ടിലിരുന്നിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ചീരപ്പേരി അവിടുന്ന് റെഡിയാവുന്നുണ്ട്. ചീരപ്പേരി ഒന്നും ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്നും ഞാൻ പറയണ്ടല്ലോ, കാരണം എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചീരയിൽ കുറച്ച് വെള്ളമുണ്ട്. അതെങ്ങനെ വന്നു എന്നുള്ളതാണ് ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അർജുവേട്ടൻ പറയുന്നത് കഴിഞ്ഞ ദിവസം മഴയത്തായിരുന്നു ചീരയും വാങ്ങിച്ചിട്ട് വന്നത്, അപ്പോൾ ബാഗിൽ നിന്ന് നനഞ്ഞിട്ടായിരിക്കാം ചീരയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരിക്കുന്നതെന്ന്. ഈ മണ്ടത്തരമൊക്കെ വിശ്വസിക്കാനായിട്ട് ഞാനുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. മഴ പെയ്യോ പോല്ല, മുട്ടായി കൊണ്ടുത്തരല്ലോ, മുട്ടായി കൊണ്ടുത്തരാച്ചേ, കുറച്ച് കഴിഞ്ഞ് കൊണ്ടുപോകൂ, കുറച്ച് കഴിഞ്ഞ് കൊണ്ടുപോവാ, കുറച്ച് കഴിഞ്ഞ് കൊണ്ടുവച്ച്. എടാ മഴ പെയ്യോ, മഴ ടാറ്റ ബാ ഇങ്ങോട്ട് വാ, ബത്തക്കോട് ബാ. നമുക്ക് കുറച്ച് സാധനം കൂടെ വൈകുന്നേരത്തേക്ക് വാങ്ങാനുണ്ടായിരുന്നു. ലൈക്ക് പാല്, ഈ ചായയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വന്നപാടെ ഉഴുന്നുവടയും ചായയും, ഉഴുന്നുവടയും ചട്നിയും ചായയും. ഇപ്പം ആർക്കും ഹെത്വിനെ കൂട്ടാതെ പുറത്തു പോകാൻ പറ്റില്ല, കാരണം അവനും പോകണം ഒരുമിച്ചിട്ട്. ഇന്ന് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് അവനെയും കൊണ്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവനെയും കൂട്ടിയിട്ട് പോവായിരുന്നു. പക്ഷെ മഴയായത് കാരണം അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ബത്തക്കയൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടാണ് അർജുവേട്ടൻ പോയിട്ടുണ്ടായിരുന്നത്. എത്രയൊക്കെ ലിസ്റ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാലും അർജുവേട്ടൻ സൂപ്പർ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെയും എന്നെ വിളിക്കും, ഇതൊക്കെയല്ലേ വേണ്ടത്, കൂടുതൽ എന്തെങ്കിലും വേണോ, നീ എന്തൊക്കെയായിരുന്നു ലിസ്റ്റ് എഴുതി തന്നിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഞാൻ ഇവിടെ നിന്ന് ലിസ്റ്റ് നോക്കി പിന്നെയും പറഞ്ഞു കൊടുക്കണം, എന്നാലേ വാങ്ങിച്ചിട്ട് വരുള്ളൂ. അതൊരു പതിവുള്ള ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ, നമുക്കറിയാലോ ആരെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടോ എന്ന്. സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൽ നിന്ന് ഒരു 9 മിനിറ്റ്സ് മാത്രമേ വാക്കുള്ളൂ. അപ്പോൾ പോയി പെട്ടെന്ന് വാങ്ങിച്ചിട്ട് വരാം. അല്ലെങ്കിൽ സൈക്കിളിലാണ് പോകുന്നതെങ്കിൽ ദേ പോയി ദാ വന്നു എന്ന് പറഞ്ഞതുപോലെ പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റും. അത്രയൊന്നും സമയം എടുക്കില്ല. ഇവിടുന്ന് ഇറങ്ങിയതും കണ്ട് പോയിട്ട് വരുന്നത് കാണാം. ഹെത്വിക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അർജുവേട്ടൻ പോയിട്ട് വരുമ്പോൾ അവനായിട്ട് കുറച്ച് ഗ്രേപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവന് മാത്രമല്ല എനിക്കും കൂടെ. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് അവന് കഴിക്കാൻ കൊടുത്തു. പിന്നെ കുറച്ച് സാൽമണും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നല്ല ഫ്രഷ് സാൽമണായിരുന്നു. അപ്പോൾ ചോറിന് അതും കൂടെ പൊരിക്കാമെന്ന് വിചാരിച്ചു. അർജുവേട്ടൻ അവനെ കൂട്ടാതെ പിന്നും പുറത്ത് പോകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ആൾ നിലത്ത് നിന്നിട്ടില്ല കേട്ടോ. പിന്നെ അർജുവേട്ടൻ്റെ മേലിൽ തന്നെയായിരുന്നു. കുറച്ച് സമയം എടുത്തപ്പോഴേക്കും ആൾ ഉറങ്ങിപ്പോയി. പിന്നെ
ഒരു 12:30 1 ആകുമ്പോഴേക്കും ഞങ്ങൾ ചോറ് കഴിച്ചു. ചോറും നല്ല മോരുകറിയും ചീരപ്പേരും സാൽമണൊക്കെ ആയിട്ട് നല്ലൊരു നാടൻ ലഞ്ചായിരുന്നു. ലഞ്ച് കഴിച്ചപ്പോഴേക്കും പിന്നെ ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ കൂടുതൽ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ കുറച്ച് ക്ലീനിങ്ങും ഒതുക്കി വെക്കാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുളിക്കാനും ഉണ്ടായിരുന്നു. ഹെത്വി എഴുന്നേറ്റത് കൊണ്ട് തന്നെ എൻ്റെ പിറകെ നടക്കുന്നുണ്ടായിരുന്നു, ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവനെ ഒന്ന് സമാധാനിപ്പിച്ചിരുത്തി ഞാൻ കുളിച്ചു. അതിനുശേഷം അർജുവേട്ടൻ കുളിച്ചു. ഹെത്വിനെ ഒന്ന് ഫ്രഷ് ആക്കി. അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ചായയൊക്കെ കുടിച്ച് ഒന്ന് ചില്ലായിട്ടിരിക്കാം. ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ജസ്റ്റ് ഫുഡ് മാത്രം നീ എടുത്തോ എന്നാണ് അർജുവേട്ടൻ എന്നോട് പറയുന്നത്. അവരുടെ ഫേസോ ഒന്നും യൂട്യൂബിൽ കാണിക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ പ്രൈവസിയാണ്, അവരെ ഒന്നും ബുദ്ധിമുട്ടിക്കാനും പറ്റില്ല. നമ്മളെ വീട്ടിൽ ഗസ്റ്റായിട്ട് വരുവാണല്ലോ, അവരോടിപ്പോൾ ഞാൻ വീഡിയോ എടുത്തോട്ടെ, ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതാണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ. അതുകൊണ്ട് ഞാൻ അതൊന്നും ചോദിച്ചില്ല. ജസ്റ്റ് ഞാൻ ഈ ഫുഡിൻ്റെ വീഡിയോ മാത്രം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. അങ്ങനെ ചായക്ക് വേണ്ടി ഞാൻ പാല് വെച്ചപ്പോൾ പിന്നെ ഹെത്വി സമ്മതിച്ചില്ല. അവൻ എൻ്റെ പിറകെ നടക്കുന്നത് കൊണ്ട് ഞാൻ അവൻ്റെ പിറകെ പോയി. പിന്നെ ട്രൈപോഡ് പുള്ളിയുടെ കയ്യിലായതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ബാക്കി ചായയൊക്കെ അർജുവേട്ടൻ ഉണ്ടാക്കി, ഞങ്ങൾ കുടിച്ചു. പിന്നെ ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കേണ്ട പരിപാടിയിലേക്ക് പോയി. ഉഴുന്നുവട നല്ല ക്രിസ്പിയായി മുരിഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് റെസിപ്പി വേണം എന്നാണെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം, വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നല്ല കിടിലനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഉഴുന്നാണ്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഫുഡും ഉണ്ടാക്കുന്നത് പഠിച്ചത് യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ. 1, 2, 3 വട്ടം പ്രാവശ്യം കണ്ടുകൊണ്ട് തന്നെ ഉണ്ടാക്കും. പിന്നെ അത് അങ്ങോട്ട് മൈൻഡിലോട്ട് കയറിക്കോളും. കുറേ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അർജുവേട്ടൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാനല്ല കേട്ടോ, അർജുവേട്ടൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കിയുള്ളത് അർജുവേട്ടൻ ഉണ്ടാക്കി. പല ഷേപ്പിലും പല ഭാവത്തിലും ആയതുകൊണ്ട് അത് ഞങ്ങൾ കഴിച്ചു. ഗസ്റ്റിനുള്ളതൊക്കെ അത്യാവശ്യം നല്ല ഷേപ്പിൽ കിട്ടിയതൊക്കെ ഗസ്റ്റിന് കൊടുത്തു. പിന്നെ രാത്രിയിലേക്കുള്ള ഫുഡ് ഞങ്ങൾ ദോശയും ചന മസാലയും അതേപോലെ തന്നെ ഈ ഗോബി മഞ്ചൂരിയ ഉണ്ടാക്കിയിരുന്നത്. അത് ഉണ്ടാക്കുന്ന സമയത്ത് ചൂടോടെ കഴിക്കണമല്ലോ. അപ്പോൾ ഗോബി മഞ്ചൂരി ആ സമയത്ത് ഉണ്ടാക്കിയതുകൊണ്ട് അവരെല്ലാം ഉള്ളത് കൊണ്ടും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ജസ്റ്റ് ഫുഡിൻ്റെ വീഡിയോ മാത്രം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.